ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെയല്ലേ? നമ്മൾ വൈകുന്നേരം ആയപ്പോഴേ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്നിങ്ങനെ പുറത്തു കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അരിനെല്ലിക്കൻ്റെ മരമാണിത്. അതിന്മേൽ 4 നെല്ലിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പറിച്ചിങ്ങാണ്ട് ഉപ്പിലിടുക, അച്ചാറിടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പിലിട്ട് വെച്ചാലും നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അച്ചാറാക്കി ഇടാം, അതിനും പറ്റും. അപ്പോൾ നമ്മൾ കൊണ്ട് വന്നിങ്ങാണ്ട് അത് പറിച്ചട്ടെ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല വലിയ വലിയ നെല്ലിക്ക വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞിടണേ. അപ്പോൾ അതൊന്നുകൂടെ അച്ചാറിട്ടുങ്ങാണ്ട് ഇതാക്കാമെന്ന് കരുതിങ്ങാണ്ട് വന്നതാ. അപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാം. നമ്മൾ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചോളത്തിൻ്റെ കാടാണ് ആ കാണുന്നത്. അപ്പോൾ അതുമൊക്കെ ഒന്ന് പിടിച്ചിങ്ങാണ്ട് ഇടട്ടെ, ഒരു വീഡിയോ ആണല്ലോ നമുക്ക് എന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങൂല മക്കളെ. നേരം എത്രങ്ങാനും അയക്കണ്, 5:30-6 മണിയാകാനായിക്കണം. എന്നിട്ടും വെയിൽ നോക്കുകയാണ് നിങ്ങൾ. ആടുകളുണ്ട് ഇവിടെ, കന്നുകളുണ്ട് ഇവിടെ. ഇവിടെ തമിഴ്നാടാണെന്നുള്ളൊരു ലുക്കേ ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് വന്ന ലുക്കാണേ. നമ്മളിവിടെ പാർക്കിനടുത്ത് നമ്മളെ സ്വന്തം വീട് തന്നെയാണ്. നമ്മളെ നാട്ടിലേക്ക് വന്നാൽ എന്താ ലുക്ക്, അതേമാതിരിയാണ്. തമിഴ്നാട്ടിലേക്ക് വരുന്ന ലുക്കൊന്നുമല്ല. പക്ഷേ കൃഷികളൊക്കെ കണ്ടാൽ തമിഴ്നാട്ടിലത്തെ കൃഷികൾ തന്നെയാണ് കേട്ടോ. കമ്പം, ചോളം, ഉഴുന്ന് ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ, ഉറുമാമ്പഴത്തിൻ്റെ മരമുണ്ട്. അതിന്മേൽ നിറച്ച് പൂവുണ്ട്. പിന്നെ ചക്കപ്പഴം ഉണ്ട്. ചക്കപ്പഴമാണത്. ചക്കപ്പഴത്തുമ്പോൾ 1-2 കായ്കളൊക്കെ ഉണ്ട്. പിഞ്ചാണ് കേട്ടോ, മൂത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോരോ കായുണ്ട്. പേരക്ക ഉണ്ട്. എല്ലാ പഴങ്ങളും ഉണ്ട്. അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ, ഇത് നമ്മളെ വേപ്പമരം മുറിച്ച കുറ്റിയാണ് കേട്ടോ. നോക്കുകയാണ് നിങ്ങൾ, നമ്മളെ മരത്തുമ്പോൾ നിറച്ച് കറുത്തുണ്ട്. പക്ഷേ വലിയ മരം ഈ തെങ്ങിൻ്റെ ഒപ്പം പോയിക്കണം. നിറച്ച് കറുത്തുണ്ട്. കിട്ടാൻ കോലല്ല. കുത്തിച്ചടിച്ചാൽ പിന്നെ പോപ്പിച്ചാൻ പറ്റില്ല. അപ്പോൾ കൂട്ടാൻ വെക്കാൻ എന്തിനേയും പറ്റുള്ളൂ. കൂട്ടാൻ വെച്ചാലാണെങ്കിൽ നല്ല മധുരമാണ്, പഞ്ചാരട്ട മാതിരിയുള്ള മധുരമാണ്. അപ്പോൾ പോത്താലും നല്ല മധുരമാണ്. അപ്പോൾ ഏതായാലും ഒന്നും പോക്കട്ടെ ഇതിങ്ങണ്ട് അതിമൊന്നും ഇതാക്കിയിട്ടില്ല. ഉറുമാമ്പഴത്തിൻ്റെ ചെടിമ നിറച്ച് പൂവിട്ടിക്കണം. പക്ഷെ കായ് പിടിച്ചിട്ടില്ല കേട്ടോ. കായ് കഴിഞ്ഞെല്ലാം ഉണ്ടായിരുന്നു 1-2 കായൊക്കെ. ഈ പ്രാവശ്യം ഇപ്പോൾ നിറച്ച് പൂവ് കാണാണ്ട്. കായൊന്നും പിടിച്ചിട്ടില്ല ഇതുവരെ. ഇതിന്മേൽ നിറയെ നെല്ലിക്ക ഉണ്ടാവും കേട്ടോ, നിറച്ചുണ്ടാവും. ഈ പ്രാവശ്യം കുറവാണ്. ഇനി എന്താണാവോ ഉണ്ടാവണുള്ളൂ, എന്താണാവോ. കറിവേപ്പിൻ്റെ ഇലൻ്റെ മരം നോക്കുകയാണ് നിങ്ങൾ, പറ്റ അങ്ങോട്ട് തുരുമ്പൊടിച്ച മാതിരിയാണ്. ഇപ്പോൾ ഒക്കെ ഒന്ന് ഒടിച്ച് മുറിച്ചിട്ടുങ്ങാണ്ടേ രണ്ടാമതും തേത്ത് വന്നതാണ്. ഇതൊന്നും അല്ല കേട്ടോ. അതിമത്തെ കായ് നിറച്ച് കജ്ജി വെക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ടായിന്. ഇതാണ് ചോളംകാട്. ചോളാണത്. ഈ നിൽക്കണ ചെടികളാണ് ചോളത്തിൻ്റെ ചെടി. അതിന് നിറച്ച് കുറച്ചും കൂടിയും കഴിഞ്ഞാണ്ട് വെട്ടും. അതെന്താ കാട്ടുകയെന്നാവട്ടെ. അതിൻ്റെ മുന്നേ ഇതിൽ പൂളിയും കരിമ്പും ഒക്കെയാണ്. ഇതിപ്പോൾ ഈ ചോളം ഈ പ്രാവശ്യമാണ്. അതെന്താ കാട്ടുകയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ മക്കളെ, പറഞ്ഞു തരാൻ. അതിൻ്റെ ഓരോ ഇതും ഞാൻ എടുക്കേണ്ട വീഡിയോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ പശുക്കൾ, അവിടെ പശുക്കൾ നിറച്ച് പശുക്കളും ഉണ്ട്. 4 ഭാഗം എല്ലാ പെരയിലും പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. കാരണം ആക്കെ നിന്നുങ്ങാണ്ട് പെരയിൽ നിന്ന് നോക്കണം. നമുക്കതിന് ഒഴിവില്ലല്ലോ. ഇതാണ് പേരക്കൻ്റെ മരം. പാവം പശുക്കളത് വൈകുന്നേരമോളം ഈ വെയിലത്ത് തന്നെ ഇക്കാരം തൊടുവിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയാലും പാവമായിട്ട് ഞങ്ങൾക്ക് വെയിലില്ല. ആയിട്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ മാതിരി തോത്തൊന്നുമില്ല ഇയാളെ. ഇങ്ങനെ അവിടെ ഇവിടെയും തൊടുവിൽ കൂടെ തന്നെ ഇക്കാരം മാറ്റിയും മറിച്ചും കെട്ടിയും കൊണ്ട് നടക്കും. നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണേ 2 വീട്. ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള റോഡ്.
അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ തൊടു തന്നെയാണ്. ഇതാണ് ചുണ്ടക്കൻ്റെ ചെടി. ചുണ്ടക്ക കറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. തടിക്കും നല്ലതാണ്, വിറ്റാമിനാണ്. രക്തക്കുറവിന് എന്നോട് ഇതൊക്കെയാണ് തിന്നാൻ പറഞ്ഞത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്മേൽ നിറച്ച് കായുണ്ടാവും. ഇപ്പോൾ ഒരു വാട്ടി പറിച്ചിട്ടുള്ളൂ കേട്ടോ. നിറച്ച് പൂവ് നിൽക്കണ മാതിരി കായും ഉണ്ടാവും. പൂവ് നിൽക്കണില്ലേ, ഉണ്ടായിട്ട് പൂവ് നിൽക്കണ അതേമാതിരി കായ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊരു പിലാത്തൈ ഉണ്ട്, ഒരു മൂച്ചിത്തൈ ഉണ്ട്. പിലാത്തൈയൊക്കെ വലിയതാണുള്ളൂ, അതിൻ്റെ ഒരു ചുള്ളി പൊട്ടിയിട്ടോ മക്കളെ. മൂച്ചിത്തൈ ഈ വർഷം പൂവിടുമെന്ന് വിചാരിച്ച് ഈ വർഷം പൂവ് കണ്ടില്ല. ഇനി അടുത്ത വർഷം ഉണ്ടാവും ഇക്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.